ഇന്ന് വെളിയിലേക്ക് വരുന്ന സുപ്രധാനമായ ഒരു വാർത്ത എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയാണ്. ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ആ സ്ഥാനത്ത് നിന്നും SNDP യോഗം സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യണം. അതുപോലെ അഴിമതിയിലൂടെ കടന്നു വന്ന ആ ബോർഡ്, അദ്ദേഹത്തിൻ്റെ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെ ഒന്നാകെ പിരിച്ചുവിടണം എന്നുള്ള ആവശ്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ കിടന്നത്. അപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വർഗീയത വിളിച്ചു പുലമ്പുന്ന ഒരു മനുഷ്യനാണ്. അതിനകത്ത് ഒരു ഉളുപ്പുമില്ല അദ്ദേഹത്തിന് അത് വിളിച്ച് പറയുന്നതിന്. വർഗീയത എവിടെ ആയാലും വർഗീയത വിളിച്ചങ്ങ് പറയും. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസ്താവനകൾ ഇങ്ങനെ എതിരായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ SNDP യോഗത്തിൻ്റെ തത്വങ്ങൾക്ക് എന്തെങ്കിലും തത്വം ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് അങ്ങനെ വിളിച്ച് പറയുന്നത്. കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു മതത്തെയും എതിർക്കാനൊന്നും പറഞ്ഞില്ല. മതമേതായാലും മനുഷ്യൻ നന്നായേ മതി എന്നുള്ളതാണ് കേട്ടോ. അതായത് മതമേതായാലും മനുഷ്യൻ നന്നായേ മതി എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപിത നയങ്ങൾക്കെതിരാണ് ഈ പറയുന്നത്. ഇനിയിപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒക്കെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമ്മൾ നോക്കിയാൽ മതി. അതിനകത്ത് ഒരു ചെറിയ സ്ഥലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചെറിയ പടം കാണും, വെള്ളാപ്പള്ളി നടേശൻ്റെ വലിയ പടം കാണും. വലിയ താമസമില്ലാതെ ശ്രീ വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിനെ മുകളിലായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു കാലം വിദൂരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയായ ശ്രീനാരായണീയർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. നേരെ മറിച്ച് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയർ ചിലപ്പം അത് ചെയ്തെന്നിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി അതെന്തോന്നും ആവട്ടെ, ഒരുപാട് ആക്ഷേപങ്ങളുമായിട്ട് പലരും എന്നെ സമീപിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് അതിനൊക്കെ തെളിവ് വേണം. നമുക്ക് തെളിവ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആളുകൾ പറഞ്ഞുകൊണ്ട് വന്നേക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കോളേജിലെ പോസ്റ്റിങ്, അതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പോസ്റ്റിങ്ങുകൾ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, അല്ലാതെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ധാരാളമുണ്ട്. ഇവിടൊക്കെയുള്ള അപ്പോയിൻമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നതിന് വാങ്ങിക്കുന്ന കോടിക്കണക്കിന് രൂപ അതിനൊരു കണക്കുമില്ല. നേരെ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇവിടെ വന്നിരുന്ന ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെയാണ്, അതിന് കണക്കൊന്നുമില്ല, ആരും ചോദിക്കാനില്ല. ഇതാരാ ചോദിക്കുന്നത്? ചോദിക്കാനുള്ളവരെല്ലാം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കാരണം അദ്ദേഹം പറഞ്ഞേക്കുന്ന ആളുകളാണ് ഈ വോട്ടർ പട്ടികയിലുള്ളവരെല്ലാം, അവർ വോട്ട് ചെയ്തോളും. കൂടെ നിൽക്കുന്ന ഒരു പാനലങ്ങ് അദ്ദേഹം തന്നെ നിർമ്മിക്കും. ആ പാനലിന് മുഴുവൻ ആയിട്ട് കയറി വോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആളുകൾ ആ പാനലിന് മാത്രം വോട്ട് ചെയ്യും, അതിലംഗങ്ങൾ. ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ യഥാർത്ഥത്തിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷനെല്ലാം ടോർപ്പിഡോ ചെയ്ത് ഈ രീതിയിൽ വെള്ളാപ്പള്ളി വളരെ വലിയ ആൾ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഹങ്കാരം മുഴുവൻ പറയുന്നതും ഈ പത്മഭൂഷൺ വാങ്ങിയെടുക്കുന്നതും ഒക്കെ ഇതേപോലുള്ള വൃത്തികേടുകൾ കാണിച്ചിട്ടാണ്. എത്രയോ കേസുകളുണ്ടെന്നറിയാം അദ്ദേഹത്തിൻ്റെ പുറത്ത് മോഡൽ. അതായത് മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞ് ഉള്ള രീതിയിലൂടെ ഒരുപാട് സ്ത്രീജനങ്ങളെ, പാവങ്ങളെ അവരെ പറ്റിച്ചേക്കുന്ന പണമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കണക്കൊന്നുമില്ല, അതിന് കേസൊക്കെ ഉണ്ട്. പക്ഷേ ആ അന്വേഷണം നടക്കരുത്. അത് ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലാണ്. ആ അന്വേഷണം മുമ്പോട്ട് പോരുത്. അതിനാണ് അദ്ദേഹത്തിന് നമ്മുടെ പിണറായി വിജയൻ്റെ ആവശ്യം, അവനെ കൊണ്ടുള്ള ആവശ്യം. അതുപോലെ തന്നെ അത് CBIയുടെ അന്വേഷണമുണ്ട്. അതല്ലെങ്കിൽ NIA ED അന്വേഷിക്കും. അത് അന്വേഷിക്കാതിരിക്കാനാണ് അദ്ദേഹത്തിന് കേന്ദ്രമായിട്ടുള്ള ആവശ്യം. അതിന് അദ്ദേഹത്തിൻ്റെ മകനെ BDJS എന്നും പറഞ്ഞ് NDAയുടെ ഒരു ഘടകകക്ഷിയായിട്ട് മാറ്റി അത് റെഡിയാക്കി പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇത്രയും വലിയ ക്രിമിനൽ കേസുകളും അഴിമതി ആരോപണങ്ങൾ, അതുപോലെ തന്നെ കോളേജ് അഡ്മിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പണമൊക്കെ ഒരുപാട് വാങ്ങി പോകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കണക്കില്ല. അപ്പോൾ ഇതിൻ്റെ കണക്കുകളൊന്നും കഴിഞ്ഞ 3 വർഷമായിട്ട് ചെയ്തില്ല എന്നൊരു ഗുരുതരമായ ആരോപണമുണ്ട്.
അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അത് തെളിയിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇലക്ഷൻ ടോർപ്പിഡോ ചെയ്യുന്ന വിവരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോടതി ഒരു കാര്യം ചെയ്തു, മതി, അദ്ദേഹത്തിനെ അതിൽ നിന്ന് പുറത്താക്കി കേട്ടോ, പുറത്താക്കി. ഇനി ബാക്കി അതുപോലെ ആ ബോർഡ് അതിനെ ഹൈക്കോടതി പിരിച്ചുവിട്ടു, പുറത്ത് പോകാൻ പറഞ്ഞു. ഇനി ആൾട്ടർനേറ്റായിട്ട് എന്ത് നടപടി വന്നു ആ ജഡ്ജ്മെൻറ്റ് കാണാത്തതുകൊണ്ട് എനിക്ക് ബാക്കി പറയാൻ പറ്റുന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ വാർത്ത വന്നതേ ഉള്ളൂ. ഏതായാലും ഒരു ധീരമായ നടപടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജസ്റ്റിസ് TR രവി എടുത്തേക്കുന്ന ഈ തീരുമാനം. അത് ബാക്കി അതെന്താണെന്ന് ആ ജഡ്ജ്മെൻറ്റ് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റൂ. ഈ ഭരണത്തിന് അഡ്മിനിസ്ട്രേറ്ററാണോ ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും നല്ല നട്ടലോടുകൂടി ഉറപ്പോടുകൂടി പറഞ്ഞൊരു വിധിയാണിത്, അതിന് സംശയമൊന്നുമില്ല. കാരണം ഇങ്ങനെയുള്ള ആളിന് വേണം പത്മഭൂഷൺ കൊടുക്കാൻ കേട്ടോ. ഇതേപോലെ ഇത്രയും ക്രിമിനൽ കേസുകൾ പേരുള്ള ഒരാളാണ്. പത്മഭൂഷൺ കൊടുത്തേ അടങ്ങാവൂ കേട്ടോ. പക്ഷേ അദ്ദേഹത്തിന് പത്മഭൂഷൺ അല്ല, ഭാരതരത്നം കൊടുക്കാതിരുന്ന എന്താണെന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു അതിശയമുള്ളത്. അപ്പം ഈ മമ്മൂട്ടിയൊക്കെ ആരാകും എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. കാരണം മമ്മൂട്ടിക്കും പത്മഭൂഷൺ കൊടുത്തു, ഇപ്പോൾ വെള്ളാപ്പള്ളിക്കും കൊടുത്തു. അപ്പോൾ ഈ സാധനത്തിനുള്ള വില എന്താണെന്ന് പണ്ട് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് പട്ടിക്ക് വേണം? എൻ്റെ പട്ടിക്കും വേണ്ട ഏതാ പത്മ അവാർഡ്. അതന്ന് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പണ്ട് കുറുക്കൻ പറഞ്ഞതിന് പകരം പറഞ്ഞതാണ്. അതുപോലെ പറഞ്ഞതാണ്. കാരണം ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കിട്ടും. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. കാരണം BDJS അവിടെ പിടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ നോക്കിയിരിക്കുകയാണ്. ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ അവിടെ BJPക്ക് വളരെ താല്പര്യമുണ്ട്. അപ്പോൾ പിന്നെ വെള്ളാപ്പള്ളിക്ക് കൊടുത്താലല്ലേ പറ്റുള്ളൂ. വേറെ എത്രയോ ആളുകളുണ്ട് കൊടുക്കാൻ കൊള്ളാവുന്നവർ, അവർക്കാർക്കും കൊടുക്കത്തില്ല. ഇങ്ങനെയുള്ള ആളിനെ നോക്കി കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും അതും കോടതി കിടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ചോദ്യമായിട്ട്. എന്തായാലും ശരി, ഇന്നത്തെ വിധി ഒരു വലിയ തിരിച്ചടിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാതെ ഒന്നും പറയാൻ പറ്റുന്നില്ല, ബാക്കി വിശദമായിട്ട് പറയാൻ പറ്റുന്നില്ല. അത് ഞാനിനി അടുത്ത വീഡിയോയിൽ ഇത് വൃത്തിയായിട്ട് ഞാൻ ജഡ്ജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ വരുംവരാഴികൾ നോക്കി അതിൻ്റെ മെറിറ്റ് നോക്കി ഞാൻ അതിനെക്കുറിച്ച് മറുപടി ഞാൻ പറയാം.